ഹലോ, അപ്പോൾ നമ്മൾ ആന ജാമ്പയ്ക്ക പറിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആന ജാമ്പയ്ക്ക എന്ന് വെച്ചാൽ ജാമ്പയ്ക്കയുടെ കുറച്ചും കൂടെ വലിയ സൈസാണത്. അപ്പോൾ പോയിട്ട് വരാം. ഇതാണ് ആന ജാമ്പയ്ക്കയുടെ മരം. ഈ പണ്ട് ഞാൻ മരമൊക്കെ കയറുമായിരുന്നു. ഇപ്പോൾ പ്രായമായതിനു ശേഷം മരത്തിലൊക്കെ കയറാൻ ഇച്ചിരി പാടാണ്. പിന്നെ കുടുംബം കുട്ടികളൊക്കെ ആയില്ലേ. തോന്നിക്കുന്നുണ്ടാ, അതാണ് ആന ജാമ്പയ്ക്ക. ഇതിൽ കുറേ ഉണ്ട്, കിളി കൊത്തി. ഗെയ്സ്, അപ്പം നമ്മൾ അതിസാഹസികമായിട്ട് ആന ജാമ്പയ്ക്ക പറിച്ചു. അപ്പം സാഹസികതയൊന്നും കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. നമുക്ക് ഇത്രയും ആന ജാമ്പയ്ക്ക. ഇത് നമുക്ക് ആന ജാമ്പയ്ക്ക ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചെറിയൊരു പുളിയുണ്ട്. എന്തെങ്കിലും പറയാൻ അങ്ങോട്ട് അവിടെ ഭയങ്കര അപ്പോൾ ഈ നല്ല റോസാപ്പൂവിൻ്റെ മണമാണ് കേട്ടോ. ഇപ്പം കണ്ടുപിടിച്ചതാണ്. അങ്ങനെയല്ല, ഇതിൻ്റെ മണം നമുക്കിപ്പോൾ മനസ്സിലായി. റോസാപ്പൂവിൻ്റെ മണം അല്ലേ? റോസാപ്പൂവിൻ്റെ മണമല്ലേ? പനിനീർ റോസയുടെ മണം അത്രേ. ആക്ച്വലി നമ്മളിത് ഫസ്റ്റ് കഴിക്കുന്ന ഒരു വീഡിയോ എടുത്ത്, പക്ഷേ